ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയെക്കുറിച്ചാണ്. ആവറേജ് വെലോസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഈ ആവറേജ് ഈക്വൽ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി നമ്മളത് കണ്ടതാണ്. നൗ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യുവാണ്. അത് ഡെറിവേറ്റീവ് ഓഫ് ദി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡി എസ് ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. ഇത് രണ്ടും ഒന്നാണ്. നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുന്നതാണ്. സോ നമുക്കിതൊരു ഗ്രാഫ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഇതിപ്പോൾ ഒറിജിനാന്നിരിക്കട്ടെ, ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം. നമ്മൾ ഒരു കർവ് പറയുകയാണ്. ഇഫ് യു ഹാവ് പോയിൻറ്റ്സ് ലൈക്ക് എ ആൻഡ് ബി, ഈ രണ്ട് പോയിൻറ്റിലെയും നമ്മളെന്താണ് പറഞ്ഞത് നമുക്കറിയാം. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം എന്ത് തരും? സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ആയിരിക്കും ഈ കേസിൽ. ഇതാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തരും. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടാൻ തീറ്റ എന്ന് ഡിഫൈൻ ചെയ്യാം. തീറ്റ ഈസ് ഡിഫൈൻഡ് ഫ്രം ദ എക്സ് ആക്സിസ്, പോസിറ്റീവ് സൈഡ് അല്ലേ? ഇവിടെ നമ്മൾ തീറ്റ ഡിഫൈൻ ചെയ്ത ടാൻ തീറ്റ ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം അറ്റ് ദ പോയിൻറ്റ് ബി അല്ലേ? അങ്ങനെ എഴുതാം. അപ്പോൾ വി ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതാം. ആ പോയിൻറ്റിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ, if the displacement x equal to the displacement x equal to suppose നോക്കിയിട്ടത് 3t² plus 4t plus 5, then velocity at t is equal to 2 seconds. ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് ആൻസർ? ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൾ ടു 3t² പ്ലസ് 4t പ്ലസ് 5. വെലോസിറ്റി അറ്റ് ഈക്വൾ ടു 2 സെക്കൻഡ് എന്ന് പറയുന്നതിനെ അത് ഉണ്ടോ ഒരു ഇൻസ്റ്റൻറ്റിലാണ് ചോദിച്ചേക്കുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു ടൈം ഇൻ്റർവെല്ലായിരിക്കും ചോദിക്കുന്നത്. അതാണ് ഈ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ അറ്റ് എ സ്പെസിഫിക് ടൈമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വി ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് വെച്ചാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഇങ്ങനെ ഡയറക്റ്റ് നീറ്റിനൊക്കെ വരത്തേ ഉള്ളൂ. നമ്മുടെ സീസൺ നെറ്റിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും ചോദിക്കുന്നത്. സോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 60 പ്ലസ് 4 അല്ലേ? ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? 60 പ്ലസ് 4 ഡെറിവേറ്റീവ് ദ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു n-1 ആണ്. ഇതാണ് ഈ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2t കിട്ടും, 4 കിട്ടും. അപ്പം വി ഇൻസ്റ്റൻറ്റേനിയസ് അറ്റ് 2 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 6 × 2 + 4 കറക്റ്റ് അല്ലേ? ദിസ് ഈസ് 12 + 4 16 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് നീറ്റ് 2016 ചോദിച്ചൊരു ചോദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ: 2 കാർസ് പി ആൻഡ് ക്യൂ. പി എന്ന് പറയുന്നൊരു കാറാണ്, ക്യൂ എന്ന് പറയുന്ന കാറാണ്. സ്റ്റാർട്ട് ഫ്രം എ പോയിൻ്റ് അറ്റ് ദ സെയിം ടൈം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെയർ പൊസിഷൻ ഈസ് റിപ്രസെൻറ്റഡ് ബൈ എക്സ് പി ഓഫ് ടി തന്നിട്ടുണ്ട് 80 പ്ലസ് BT², ആൻഡ് എക്സ് ക്യൂ ഓഫ് ടി തന്നിട്ടുണ്ട് FT മൈനസ് T². ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് രണ്ടിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട് ഈ കാറിൻ്റെ. അറ്റ് വാട്ട് ടൈം ഡു ദ കാർസ് ഹാവ് ദ സെയിം വെലോസിറ്റി? അല്ലേ? ഏത് ടൈമിലായിരിക്കും ഈ രണ്ട് കാറുകളിലും
സെയിം വെലോസിറ്റി ഉണ്ടാകുന്നത്. കാരണം അറ്റ് വാട്ട് ടൈം, അപ്പോൾ അതൊരു സ്പെസിഫിക് ടൈം ആയിരിക്കുമല്ലോ, അപ്പോഴാണ് നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടത്, നമ്മളിവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണേണ്ടത്. അപ്പോൾ പിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട് എക്സ് പി ഓഫ് ടി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് AT + BT² എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെ കാണാം? VP(t) എന്ന് പറയുന്നത് A + 2BT അല്ലേ, ഇക്വേഷൻ 1 എന്ന് എഴുതൂ. ക്യൂവിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ XQ ഓഫ് ടി, അത് FT - T². അപ്പോൾ ഇതിൻ്റെ VQ(t) നമുക്ക് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് F - 2T, ഇക്വേഷൻ 2. അറ്റ് വാട്ട് ടൈം ഡു ദ കാർസ് ഹാവ് ദ സെയിം വെലോസിറ്റി? അപ്പോൾ VP(t)യും VQ(t)യും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടും. വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലം കണ്ടോ, നീറ്റിന് ചോദിച്ചേ. അപ്പോൾ A - F എന്ന് പറയുന്നത് 2 - 2BT - 2T എന്ന് കിട്ടും. അപ്പോൾ F - A എന്ന് കിട്ടും. T എന്ന് പറഞ്ഞാൽ 2B പ്ലസ് അല്ലേ, F - A എന്ന് കിട്ടും. -2T. ഇവിടെ 2 കോമൺ എടുക്കാം നമുക്ക് അല്ലേ, ഇവിടെ നമുക്ക് 2 കോമൺ എടുക്കാം, 2T കോമൺ എടുക്കാം. അപ്പോൾ B+1 കിട്ടും. അപ്പോൾ ടൈം എന്താണ്? F - A / 2 × B+1. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് വേറെ പ്രോബ്ലം ചെയ്യാം. അത് APMT 2006 ചോദിച്ചതാണ്, CBSE. എ പാർട്ടിക്കിൾ മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ OX. OX എന്ന് പറയുന്നൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഞാൻ ഫുൾ എഴുതുന്നില്ല, നമുക്ക് ഫിഗറിൽ കൂടെ നമുക്ക് ക്വസ്റ്റ്യനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു പാർട്ടിക്കിൾ മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ OX അറ്റ് എ ടൈം T. ദ ഡിസ്റ്റൻസ് x in meter of a particle O is given by. So at a specific time T, the distance as a function of T തന്നിട്ടുണ്ട് 4T + 12T - TQ. Then question ഇതാണ്, how long would the particle travel before coming to rest? Before coming to rest, how long the particle will travel? സോ നമുക്കറിയാം, നമുക്ക് പൊസിഷനാണ് തന്നിരിക്കുന്നത് അല്ലേ, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 40 + 12T - TQ. സോ ഹൗ ലോങ് ദ പാർട്ടിക്കിൾ വിൽ ട്രാവൽ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്, അതായത് അതിൻ്റെ വെലോസിറ്റി 0 ആവുന്നത് എപ്പോഴാണ്? വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ റെസ്റ്റ് ആവും. അപ്പോൾ അതുവരെ അത് എത്ര ട്രാവൽ ചെയ്യുമെന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് എക്സ് തന്നിട്ടുണ്ട് 40 + 12T - TQ. വെലോസിറ്റി കാണാം, അതായത് ഏത് ടൈമിലാണ് ഇതിൻ്റെ വെലോസിറ്റി 0 ആവുന്നത്, സ്പെസിഫിക് ടൈം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണണം. അപ്പം സ്പെസിഫിക് ടൈമിൽ നമ്മൾ കാണുന്നുണ്ട് dx/dt = 12 - 3T² അല്ലേ. ഈ വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നതെന്ന് കാണണം. അപ്പോൾ 12 - 3T² = 0, 12 = 3T², T = 4 സെക്കൻഡ്. ടൈം ആയിരിക്കും പോസിറ്റീവ് നമ്മൾ എടുക്കുന്നത്. സോറി, T = 2 സെക്കൻഡ്സ് സ്ക്വയർ അല്ലേ, പോസിറ്റീവ് നമ്മൾ എടുക്കുന്നത് 2 സെക്കൻഡ്. അപ്പം ഈ 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ടൈം = 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇത് റെസ്റ്റിലോട്ട് വരും. ഇതാണ് കൺസെപ്റ്റ് കണ്ടോ. അപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് എങ്ങനെ വേണം? x = 40 + 12T - TQ ആണ്. എക്സ് അറ്റ് T = 2 സെക്കൻഡ്സ് കൊടുക്കുക. അപ്പോൾ 40 + 12 × 2 - 2³ 40 + 24 - 8, അതായത് 64 - 8, അതായത് 56 മീറ്റർ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യാൻ. എളുപ്പമുള്ള പ്രോബ്ലം അല്ലേ, എളുപ്പമാണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് ഗ്രാഫ്, A B C D അല്ലേ. ഇൻസ്റ്റൻറ്റേനിയസ് നെഗറ്റീവ് ഇൻ വിച്ച് പോയിൻ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്, A B
സി തന്നെയാണ്, ഡി ക്യാപിറ്റൽ ഡി. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്, അതാണ് വെലോസിറ്റി വരുന്നത് അല്ലേ. ഇപ്പോൾ സ്ലോപ്പ് എവിടെ പോസിറ്റീവ് നോക്കുക, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇവിടെ 0 ആണ്, അണ്ട് ഇവിടെ സ്ലോപ്പ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ അറിയണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള പഠിക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ആക്സിലറേഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ആക്സിലറേഷൻ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ആവറേജ് ആക്സിലറേഷൻ ഉണ്ട്. ആവറേജ് ആക്സിലറേഷൻ, അതായത് ആവറേജ് എന്ന് പറയും. അതെന്താണ്? നേരത്തെ പറഞ്ഞ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതായത് ഇതൊരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലാണ് പറയുന്നത്. മറ്റേത് ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടൈമിലാണ് പറയുന്നത്. അറ്റ് ആൻ ഇൻസ്റ്റൻ്റ് ആണ് പറയുന്നത്, T2 - T1. അല്ല ഇതെങ്ങനെ എഴുതാം? ആവറേജ് എന്ന് പറയുന്നത് ΔV/ΔT. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് എങ്ങനെ പറയും? ഇപ്പോൾ വെക്ടറായിട്ട് എഴുതി ഇങ്ങനെ എഴുതും, dV/dt, അല്ലെങ്കിൽ ലിമിറ്റ് ΔT → 0 ΔV/ΔT, എങ്ങനെ വേണേലും എഴുതാം. ഈ ഫോർമുലാസ് ഓർത്തിരിക്കും. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇതിനെ വെച്ചുകൊണ്ട് 2-3 പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഗിവൺ ബൈ. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, S = നമുക്ക് t³ - 6t² + 3t + 4. സോ വെലോസിറ്റി അറ്റ് ദി ഇൻസ്റ്റൻറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി അറ്റ് ദി ഇൻസ്റ്റൻറ്റ് വെൻ ആക്സിലറേഷൻ ഈസ് 0. ആക്സിലറേഷൻ 0 ആകുമ്പോൾ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി അറ്റ് ദി ഇൻസ്റ്റൻറ്റ് വെൻ ആക്സിലറേഷൻ ഈസ് 0. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന ഒന്നും കൂടെ എഴുതുക, t³ - 6t² + 3t + 4. അപ്പം വെലോസിറ്റി ആണെങ്കിൽ എന്താണ്? ds/dt. ആദ്യം ആക്സിലറേഷൻ 0 ആക്കണം, അതിനകത്തും ടൈം കണ്ടുപിടിച്ചിട്ട് പിന്നെ വെലോസിറ്റിക്കകത്ത് കൊണ്ടു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3t² - 12t + 3 എന്ന് കിട്ടും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് dV/dt ആണ്. അപ്പോൾ 6t - 12 എന്നാണ്. ആക്സിലറേഷൻ 0 ആക്കുക, അപ്പോൾ എന്ത് കിട്ടും? 6t - 12 = 0, t = 2 സെക്കൻഡ് കിട്ടി. അപ്പം വെലോസിറ്റി = 3t² - 12t + 3 എന്ന് കിട്ടി. വെലോസിറ്റി = 3 × 4 - 12 × 2 + 3, 12 - 24 + 3, അതായത് 15 - 24, ദാറ്റ് ഈസ് 9 m/s. ഇതാണ് വെലോസിറ്റി. കണ്ടോ, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടറാണ് R = t² - 4t + 6i³ + t²j². വെലോസിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ആക്സിലറേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾ അറ്റ് t = വെലോസിറ്റി വെക്ടറാണ് കാണാൻ പറഞ്ഞത്. വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടറാണല്ലോ, സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. പൊസിഷൻ വെക്ടർ എടുത്ത് എഴുതുക, t² - 4t + 6i³ + t²j², അല്ലേ. ആണല്ലോ. അപ്പോൾ വെലോസിറ്റി വെക്ടർ എങ്ങനെ കാണും? dr/dt. വളരെ എളുപ്പമാണ്. എന്താ കിട്ടും? 2t - 4i³ + 2tj². അപ്പോൾ വെലോസിറ്റി അറ്റ് 3 സെക്കൻഡ് എന്ന് പറയുന്നത്, അപ്പോൾ വെലോസിറ്റി വെക്ടർ എഴുതണമല്ലോ. വെലോസിറ്റി വെക്ടർ എഴുതുമ്പോൾ 2 × 3 - 4i³ + 2 × 3j², 6 - 4 2i³ + 6j². ഇതാണ് വെലോസിറ്റി വെക്ടർ. സ്പീഡ് എങ്ങനെ കാണും? വെലോസിറ്റി അറ്റ് 3 സെക്കൻഡ്സ് കാണുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഒരു വെക്ടറിൻ്റെ എടുക്കുന്നത് എങ്ങനെ?
ഇപ്പോൾ എ ഐ പ്ലസ് ബി ജെ എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന്. അപ്പോൾ ഇതെടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് ഓഫ് 4 പ്ലസ് 36 റൂട്ട് 40 എന്ന് കിട്ടും. ഇതാണ് മീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ആക്സലറേഷൻ എങ്ങനെ വേണം? ഡി വി ബൈ ഡി ടി എടുക്കുക. ഡി വി ബൈ ഡി ടി എടുക്കുമ്പോൾ അപ്പോൾ ഇതിനകത്ത് 2i പ്ലസ് 2j എന്ന് കിട്ടും. കണ്ടോ, വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുവാണ്. നീറ്റ് 2017 ചോദിച്ചാണ്. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 5t - 2t². വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 10t. എക്സും വൈയും മീറ്ററിൻ്റെ ഡയമെൻഷനാണ്, അല്ല മീറ്ററാണ് അതിൻ്റെ യൂണിറ്റ്. ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്സ്. ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t = ആക്സലറേഷനാണ് ചോദിച്ചിരിക്കുന്നത് അറ്റ് t = 2 സെക്കൻഡ്. ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്സലറേഷൻ? നമുക്കറിയാം നമ്മളെങ്ങനെയാണ് ജനറൽ എഴുതുന്നത്. AXi പ്ലസ് AYj. ഇപ്പോൾ 2Dയിലാണ് ഇങ്ങനെ, 3Dയിലാണ് AZ k കൊണ്ട് വരും. ജനറലായിട്ടൊരു വെക്ടറിൻ്റെ ആക്സലറേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് എക്സ് കമ്പോണൻ്റോ പൊസിഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് VX ആണ് dx/dt എടുത്താൽ പോരെ. അപ്പോൾ 5 - 40 കിട്ടത്തില്ലേ? അതുപോലെ VY എങ്ങനെ വേണം? dy/dt എടുത്താൽ മതി, 10 എന്ന് കിട്ടും. അല്ലേ? അപ്പം AX എന്താണ്? AX എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AX -4 എന്ന് കിട്ടും. AY എന്തോ കിട്ടും? 0 കിട്ടും. അല്ലേ? അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ AXi പ്ലസ് AYj എന്നാണ്. t = 2 സെക്കൻഡ് A സെക്കൻഡിലാണെങ്കിലും ഇത് -4i എന്നാണ് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് -4 m/s² ആണ് ആൻസർ. നമുക്ക് ഓപ്ഷനിൽ -4 m/s² ആണ് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. കാരണം ഇങ്ങനെയാണ് കമ്പോണൻസ് വൈസ് ആയാലും ചെയ്യുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് dv/dt. ഇങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. വെക്ടറാണ്, അത് മനസ്സിലാക്കിക്കോണം. അപ്പം എനിക്ക് വെക്ടർ മാറ്റി കഴിഞ്ഞാൽ A = dv/dt എന്ന് എഴുതാമല്ലോ. എഴുതാം. ഇതിനെ എനിക്ക് dv/dx × dx/dt എന്ന് എഴുതിക്കൂടെ? dx ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ സെയിം കിട്ടത്തില്ലേ? അപ്പോൾ dx/dt എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്, v × dv/dx. അപ്പോൾ ഈ ഫോമിലും കൂടെ അറിഞ്ഞിരിക്കണം. ഇത് 2 ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഫോമും അറിഞ്ഞിരിക്കണം. ഇത് ബേസ് ചെയ്ത ഒരു പ്രോബ്ലമുണ്ട്. പ്രോബ്ലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് ദി x ആക്സിസ് ഇതാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി v ഡിപ്പെൻഡ് അപ്പോൺ x ആസ് 3x² - 2x. വെലോസിറ്റിയും പൊസിഷനും ഡിപ്പെൻഡൻസ്. വാട്ട് ഈസ് ആക്സലറേഷൻ അറ്റ് 2 സെക്കൻഡ്? ആക്സലറേഷൻ അറ്റ് 2 മീറ്റർ. ആക്സലറേഷൻ അറ്റ് x = 2 മീറ്റർ. പൊസിഷൻ, ഈ പൊസിഷനുള്ള ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആക്സലറേഷൻ അറിയാം നമുക്ക് v × dv/dx എന്താണെന്ന് അറിയാം. v തന്നിട്ടുണ്ട് അല്ലേ? പൊസിഷൻ തന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. dv/dx എടുക്കുമ്പോൾ എന്തോട്ട് 6x - 2 എന്ന് കിട്ടും. ഇതാണ്. ഇനി ജസ്റ്റ് വാല്യൂ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. A at 2 മീറ്റർ എന്താണ്? 3 × 2² 4 - 4 × 12 - 2. ഇത് 12 - 4 8 × 10 80 m/s². ആൻസറായി. ഇനി നീറ്റ് 2015 വന്നൊരു ക്വസ്റ്റ്യൻ. ദ പാർട്ടിക്കിൾ ഓഫ് യൂണിറ്റ് മാസ് 1 kg ആണ്. മൂവിങ് ഇൻ 1 dimension 1D മോഷനാണ് നടത്തുന്നത്. സച്ച് ദാറ്റ് ദ വെലോസിറ്റി വെലോസിറ്റി വേരി ചെയ്യുന്ന പൊസിഷനുമായിട്ടാണ് βx⁻⁻²n, where ബീറ്റ ആൻഡ് n are constant and x is the position of the particle. ഓക്കെ, ദെൻ ആക്സലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സലറേഷൻ എന്താണ്? v × dv/dx ആണോ? പൊസിഷനായിട്ടുള്ള ടൈം ഡിപ്പെൻഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ v × dv/dx എന്നാണ്. അപ്പോൾ βx⁻²n × dydx ഓഫ് βx⁻²n. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു കാര്യം ഓക്കെ,
ആണല്ലോ. ബീറ്റ എക്സ് റേസ് ടു മൈനസ് 2n ഇൻറ്റു ബീറ്റ മൈനസ് 2n എക്സ് റേസ് ടു മൈനസ് 2n മൈനസ് 1. അപ്പോൾ ഇതെന്ത് കിട്ടും? മൈനസ് 2n ബീറ്റ സ്ക്വയർ എക്സ് റേസ് ടു മൈനസ് 4n മൈനസ് 1. കണ്ടോ, ആൻസറായി. വളരെ എളുപ്പമുള്ള പ്രോബ്ലം. ഇതൊക്കെയാണ് നീറ്റിന് ചോദിക്കുന്നത്. 2015 ചോദിച്ചതാണ്. ഇനി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന വെലോസിറ്റി കാണുക, പിന്നെ ആക്സലേഷൻ കാണുക. ഇനി ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. ആക്സലേഷൻ, അതായത് വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണും, അല്ലെ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇൻറ്റഗ്രേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.